ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബാബുൽ ജമാഅത്തി വ ഫദ്ലിഹാ. ജമാഅത്തും അതിൻ്റെ മഹത്വങ്ങളും. അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. എന്താ റളിയല്ലാഹു അൻഹുമാ എന്ന് പറഞ്ഞ് ഉമറിനെ കൂട്ടി പറഞ്ഞതാ. ഉമറിന്റെ മോൻ എന്ന് പറയുമ്പോൾ ഉമറിന്റെ പേരും പറഞ്ഞില്ല. قال رسول الله صلى الله عليه وسلم നബി പറയുന്നു, സ്വലാത്തുൽ ജമാഅത്തി ജമാഅത്ത് നിസ്കാരം അഫ്ളലു അഫ്ളലാണ്, തഫ്ളുലു അത് ശ്രേഷ്ഠമാകും, സ്വലാത്തൽ ഫദ്ദി മഫ്ഊല് ഒറ്റക്കുള്ള നിസ്കാരത്തേക്കാൾ 27 ദറജ 27 ഇരട്ടി കൊണ്ട്. അതിന്റെ കാരണം അവർ പറഞ്ഞിട്ടുണ്ട്. ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ 27 കാര്യങ്ങൾ ജമാഅത്തിൽ എന്താകുണ്ട്, കൂടുതലുണ്ട്. ഇവിടെ പറയണ്ടേ 27 കാര്യം. മുഅദ്ദിന് ഇജാബത്ത് ചെയ്യുക, പള്ളിയിലേക്ക് നടക്കുക, പള്ളിയിൽ കടക്കുക, തഹിയ്യത്ത് നിസ്കരിക്കുക. ഇതൊക്കെ ഇപ്പോൾ ജമാഅത്ത് കാത്തിക്കുക, മലക്കുകൾ സാക്ഷിക്കുക, അങ്ങനെ ഒരുപാടുണ്ട്. ഇതൊക്കെ 20 പെടും. പിന്നെ 27 കാര്യങ്ങൾ ജമാഅത്തിൽ കൂടുതലുണ്ട്. വാൻ ഇബ്നു അബീ ഹുറൈറ. അപ്പോൾ ജമാഅത്ത് നിസ്കാരം 27 ഇരട്ടി കൂലി കിട്ടും. 27 നിസ്കരിച്ചാൽ കൂലി കിട്ടും. ഇനിയിപ്പോൾ ഒറ്റക്കാണ് വേറെ ആരും കൂട്ടിയാൽ മതി. നിസ്കരിച്ച ഒരാളെ രണ്ടാമത് കൂട്ടുക. നിസ്കരിച്ച ഒരാളെ അല്ലെങ്കിൽ കുറച്ചു നേരം കാത്തിക്കുക, ആരെയും വരുമോ നോക്കാം. ഒന്നും കരക്കന്നെ ജമാഅത്ത് കഴിഞ്ഞിട്ട് പള്ളി കയറുകയാണെങ്കിൽ കുറച്ചു നേരം ഒന്ന് കാത്തു വെക്കുക. ആരും കിട്ടിയാലാ ഒറ്റക്കാരെ കഴിയുന്നിടത്തോളം ഒഴിവാക്കുക. ആരെങ്കിലും ഒരാളെ കിട്ടാൻ നോക്കുക. പിന്നെ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറയുന്നു, വല്ലദീ ഒരുവനെ തന്നെയാണ് സത്യം, നഫ്സി എൻ്റെ ശരീരമാകുന്നത് ആ ഒരുത്തൻ്റെ യദിലാണ്. യദിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയില്ല. പിന്നെ അങ്ങനെ വ്യാഖ്യാനിച്ച അർത്ഥം പറഞ്ഞവരുണ്ട്, അറിയില്ല എന്ന് പറഞ്ഞവരുണ്ട്. എന്തോ ആണ് അറിയില്ല. യദിൻ്റെ അള്ളാഹുവിൻ്റെ യദിലാണ്, കയ്യുന്ന അതല്ല, വയവല്ല. നബി തങ്ങൾ പറയാണ്, അള്ളാഹുവിനെ തന്നെയാണ് സത്യം. ലഖദ് ഹമംതു ഞാൻ കരുതി, അൻ ആമുറ ഞാൻ കൽപ്പിക്കാൻ കരുതി. ലഖദ് ഹമംതു ഞാൻ കരുതി, അൻ ആമുറ ഞാൻ കൽപ്പിക്കാൻ കരുതി. ഉമുറ ബിഹതബിൻ വിറകുകളെ കൊണ്ട്. ഫയഹ്തബു ഇങ്ങോട്ട് ആ വിറക് കൊണ്ടുവരും. സുമ്മ ആമുറ ആമുറു നസ്ബേതാണ് അന്നാമുറമക്കത്തായിട്ട്. പിന്നെ ഞാൻ കൽപ്പിക്കും വിറക് കൊണ്ടുവരാം. എന്നിട്ട് പിന്നെ ഞാൻ കൽപ്പിക്കും ബിസ്വലാത്ത് നിസ്കരിക്കാൻ. ആരോടെയും കൽപ്പിക്കും, ഞാൻ നിസ്കരിക്കൂല. ആരെങ്കിലും നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കും. ഫയഅദ്ദിനു അങ്ങനെ ഫയഅദ്ദനു എന്ന് നോക്കാം. ബാങ്ക് കൊടുക്കപ്പെടില്ല. ആ നിസ്കാരത്തിന് വേണ്ടി ബാങ്ക് കൊടുക്കും. അവിടെ ഇക്കാമത്തായിരിക്കും ഉദ്ദേശം. നിസ്കരിക്കാൻ ഒരാളോട് പറഞ്ഞിട്ട് അയാളെ നിസ്കാരത്തിന് ഇക്കാമത്ത് കൊടുക്കും. ഫയഅദ്ദനു സുമ്മ ആമുറു പിന്നെ ഞാൻ കൽപ്പിക്കും റജുൽ ഒരാളെ. ഉമ്മു അയാൾ ഇമാമത്ത് നിൽക്കും. അന്നാസ ജനങ്ങൾക്ക്, ഞാൻ നിൽക്കൂല. സുമ്മ ഉഖാലിഫു പിന്നെ ഞാൻ പോവും. ഇലാ റിജാലി ആണുങ്ങളിലേക്ക്. കണ്ടാ, പെണ്ണുങ്ങൾ ഒഴിവാക്കി. ജമാഅത്തിന് വരാത്ത പെരീക്കാണ് പോവുക. ഞാൻ പോകും ഇലാ റിജാലി കുറച്ച് ആളുകളിലേക്ക്, ആണുങ്ങളിലേക്ക്. കണ്ടാ, അവിടെ റസൂലുള്ളാ റിജാൽ എന്നാ പറഞ്ഞത്. അപ്പൊ പെണ്ണുങ്ങൾ ജമാഅത്തിന് വരണമെന്നില്ല എന്നതിലേക്ക്. അല്ലെങ്കിൽ ഇലാ നാസി എന്ന് പറഞ്ഞ പോലെയില്ല. നാസി എന്ന് പറഞ്ഞാൽ 3 അക്ഷരമേ ഉള്ളൂ. റിജാൽ എന്ന് പറയുമ്പോൾ അക്ഷരം കൂടുതലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും റസൂലുള്ളാ റിജാൽ എന്നാ പറഞ്ഞത്. അപ്പൊ ആണുങ്ങളെ ജമാഅത്തിന് വരാത്ത പോലെ വിറകേറ്റ് പോവുക. അതില്ല റിപ്പോർട്ടിലുണ്ട്, ലാ യശ്ഹദൂന സ്വലാത്ത നിസ്കാരത്തിന് ഹാജറാകാത്ത ആണുങ്ങളിലേക്ക് പോകും. എന്നിട്ട് ഞാൻ അവരുടെ മേൽ കരിക്കും അവരുടെ വീടുകളെ എന്ന് ഞാൻ ഉദ്ദേശിച്ചു. മനസ്സിലായ? വല്ലാഹി ഹമിൻതു വല്ലദീ നഫ്സി ബിയദിഹി അല്ലാഹുവിനെ തന്നെ സത്യം. ലഖദ് ഹമിൻതു ഹമംതു ഞാൻ കരുതി, അൻ ആമുറ ബിഹതബിൻ വിറക് കൊണ്ട് ഞാൻ കൽപ്പിക്കാൻ. ഫയഹ്തബു വിറക് വെട്ടപ്പെടും. സുമ്മ ആമുറ അല്ലെങ്കിൽ വിറക് കൊണ്ടുവരും. സുമ്മ ആമുറ ബിസ്സലാത്തി എന്തിനാ? തീ കത്തിക്കാനേ. ജമാഅത്തിന് വരാത്തവരെ വരാ. സുമ്മ ആമുറ ബിസ്സലാത്തി പിന്നെ നിസ്കാരം കൊണ്ട് ഞാൻ കൽപ്പിക്കും ആരോടെങ്കിലും.
ഫയാദനു, അപ്പോൾ അവർ ഇക്കാമത്ത് കൊടുക്കപ്പെടും. സുമ്മാമുറ റജുലം ഫയമുന്നാസ, പിന്നെ ഒരാളെ ഇത് ഞാൻ കൽപ്പിക്കും. അപ്പോൾ അയാൾ സുമ്മ ഉഖാലിഫു ഇലാ റിജാലി, ആണുങ്ങളുടെ അടുത്തേക്ക് ഞാൻ പോകും. പിന്നെ റിവായത്തിൽ ഇത് എഴുതി വെച്ചിക്കണ, ഈ ഹദീസ് എഴുതി വെച്ചിട്ടുണ്ടോ? ആണുങ്ങൾ എന്ന് പറഞ്ഞ പദം ഒക്കെ ഞാൻ എഴുതാൻ പറഞ്ഞതാ. എഴുതിയോ? ഏതാളൊക്കെ എഴുതിയോ? ഇവിടെ എഴുതിയതൊക്കെ ഒന്ന് കാണണം. അപ്പൊ റിജാല് എന്ന് പറഞ്ഞ പദേ നമുക്ക് തെളിവാണെന്ന് പറയാം. പുരുഷന്മാരാണ് പള്ളിയിൽ വേണ്ടത്, അത് എഴുതി വെച്ചാണ്. പിന്നെ ലാ യഷ്ഹദു, എങ്ങനെയുള്ള പുരുഷന്മാരിലേക്ക്? ഖാലിഫു, ഞാൻ പോകും. ലാ റിജാലിൻ, പുരുഷന്മാരിലേക്ക്. എങ്ങനെയുള്ള? ലാ യഷ്ഹദൂന സലാത്ത, എങ്ങനെയുള്ള? അപ്പൊ ഉഹരിക്ക, ഞാൻ കരിക്കും അലയും, അവരുടെ മേൽ കുയ്യൂത്ത്, അവരുടെ വീടുകൾ. വല്ലതീ, ഒരു അള്ളാഹുവിനെ തന്നെ സത്യം. വാവ് ജാറത്താണ്, ഒരുവനെ തന്നെയാണ് നഫ്സി, എന്റെ നഫ്സാകുന്നത്, ബിയദിഹി, അവന്റെ അധികാരത്തിലാണ്. ലൗ യഅലമു അഹദുഹും, അവരിൽ ഒരുവൻ അറിയുകയാണെങ്കിൽ, അന്നഹു യജിദു, എത്തിക്കുന്നുണ്ടെന്ന്. ഈ പടികകരാത്ത ഹൈവാനില്ലേ, ലൗ യഅലമു, അവൻ അറിയുക, അവന്റെ പേരൻ കത്തിക്കണം വിചാരിച്ച്. ലൗ യഅലമു, അവൻ അറിയുകയാണെങ്കിൽ, അഹദു, അവരിൽ, ആ ചങ്ങായിമാരെ കൂട്ടത്തില്, ആ പള്ളിക്ക് വരാത്ത ആൾക്കാരുടെ കൂട്ടത്തിൽ ഒരുവൻ, അന്നഹു യജിദു അർക്കൻ സമീനൻ, കട്ടിയുള്ള ഒരു ഇറച്ചി കഷ്ണം ഇവിടെ കിട്ടുമെന്ന് അറിയണമെങ്കിൽ, അർക്കൻ സമീനൻ, നല്ല തടിച്ചു കൊയ്ത്ത നല്ല ഇറച്ചി കഷ്ണം ഇവിടെ ബിരിയാൻ വളമ്പുണ്ടെന്ന് അറിയണമെങ്കിൽ, ആ അവ മിർമാത്തൈനി, അല്ലെങ്കിൽ ആടിന്റെ രണ്ട് മിർമാത്ത് ഇവിടെ കിട്ടുമെന്ന് അറിയണമെങ്കിൽ, ഹസനത്തേന്, നല്ല നല്ല സൂപ്പർ സ്റ്റാർ, നല്ല സൂപ്പർ മിർമാത്തെ, നല്ല ബ്രോസ്റ്റ് ആടിന്റെ മിർമാത്തേന് കിട്ടുന്ന പോലെ അറിയണമെങ്കിൽ ഇതിനർത്ഥം ഷഹിദൽ ഇഷ, ഒരു ഇഷാക്ക് വരെ ഹാജരാകും. ഇഷാക്ക ഭയങ്കര ബുദ്ധിമുട്ട്. നിർമ്മാത്തേനെ അറിഞ്ഞാൽ അവിടെ പറഞ്ഞിരിക്കണേ, ആടിന്റെ ലൽഫൈന്റെ അടിയിലുള്ള ഒരു സാധനമാണ്. ലൽഫ് എന്താവോ? ആടിന്റെ രണ്ട് ലൽഫിന്റെ അടിയിലുള്ള അതിന്റെ കരളായിരിക്കും, രണ്ട് വൃക്കായിരിക്കും. രണ്ട് സാധനം ഇപ്പൊ വൃക്കല്ല അല്ലത്, അത് അർത്ഥം സെമീന്റെ അർത്ഥല്ല. രണ്ട് കരള് എവിടെ? ലിൽഫുഷാത്ത്, ലഹ്മു മാമൻ, എന്താ ലിൽഫ് അല്ല, അതുമുല്ലതി ലാല, ഇറച്ചില്ലാത്ത ഒരു അവയവ അല്ല, ഇറച്ചില്ലാത്ത അല്ല, അർക്കിൻ്റെതാ അലേഖലം, അത് ഇറച്ചുള്ള ഇല്ലേ. ആ, അപ്പൊ നേരത്തെ പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഇറച്ചുള്ള ഇല്ലേ. അർത്ഥം സമയം എന്ന് പറഞ്ഞാൽ കട്ടിയുള്ള എല്ല്, കട്ടിയുള്ള ഇറച്ചുള്ള എല്ലിനെ അവര് കിട്ടുകയാണെങ്കിൽ. രണ്ടാമത് പറഞ്ഞതിന്റെ അർത്ഥം മിർമാത്തൈനി. അത് ഇവര് പറഞ്ഞത് ഇപ്പൊ എന്താണ്? രണ്ട് ലെൽഫിന്റെ അടിയിലുള്ള ഒരു ഇറച്ചി കഷ്ണാണ്. രണ്ടെണ്ണം ഉണ്ടോ? രണ്ട് ഇറച്ചിന്റെ അടിയിലാണ് ആർട്ട്. മാമാന ലെൻസ്, എന്താ ലെൻസ് പറഞ്ഞാല്? എന്താ ലെൻസ്? ലെൻസ് എന്ന് പറയാറുന്നല്ല, അത് എന്താ ലെൻസ്? നിർമ്മാത്തേന് അസനത്തേന് തന്നെ ഉണ്ട്. നമുക്ക് മിർമാത്ത് മലയാളം എടുത്തു അല്ലേ? നമ്മൾ ഡിക്ഷണറി നോക്കാം. ട്രാൻസ്പോർട്ട്, ട്രാൻസ്ലേഷൻ, എന്താ മലയാളം? ഹതാബത, നോക്ക് വേഗം. നിർമാത്തൈനി എന്നല്ലേ? മർമാന്ന് എഴുതിക്കണം. ആ, നിർമാത്ത്, മർമത്ത് എന്നാണ്.
فحافر مشكوك في وجود أصاب للفره أثر فوري الأدواء تبع أثرها عند ماضي الأفضل لا لفن سلبه قد ذهب دمه هذا باطل അറിയുകയാണെങ്കിൽ അന്നവ യജിത് അവ എത്തിക്കുമെന്ന് ഇർക്കൻ സമീന് കട്ടിയുള്ള നല്ല എല്ലർച്ചി അല്ല എർച്ചല് ആ അവ നിർമാത്തതിന് അസനത്ത് നല്ല കരട് കിട്ടുമെന്ന് അറിയണമെങ്കിൽ ഷഹിദൽ ഇഷ ആണ് നോക്കടാ ഒക്കെ മുക്കി പഠിച്ചണം അവൻ ഇഷായിന് വരെ ഹാജരാകുന്നതായിരുന്നു ജമാഅത്തിന് കണ്ട് എത്തൂല റവാൽ ബുഖാരിയും വലിയ മുസ്ലിമിനാഹു പിന്നെ വ അൻഹു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് അന്നഹു കാല അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു അത്തൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം റജുലുൻ നഅമ നബിതങ്ങളുടെ ഹദറത്തിലേക്ക് ഒരു അന്ധനായ കണ്ണു കാണാത്ത ഒരു പുരുഷൻ വന്നു ഫകാല ആ മനുഷ്യൻ പറഞ്ഞു യാ റസൂലല്ലാ അള്ളാന്റെ തിരുദൂതരെ ഇന്നഹു നിശ്ചയം കാര്യം ലൈസലി കായിദുൻ എനിക്ക് കൈപിടിക്കാൻ ആളില്ല നബിയെ യഖൂദുനി ഇലൽ മസ്ജിദി പള്ളിയിലേക്ക് എൻ്റെ കൈപിടിക്കുന്ന ഫസാല റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിയുടെ മൂപ്പർ ആവശ്യപ്പെട്ടു യുറഹിസ് ലഹു തനിക്കൊന്ന് വിടുതി തരാൻ ജമാഅത്തിൽ വരാതിരിക്കാനും ഫയുസല്ലിയ ഫി മസ്ജിദി ഫി ബൈത്തിഹി തൻ്റെ വീട്ടിൽ വെച്ച് 5 വക്ത് നിസ്കരിക്കാനും ഫറഹസ ലഹു അയാൾക്ക് അള്ളാഹുവിൻ്റെ തിരുദൂതർ വിളവ് കൊടുത്തു നയിക്കോട്ടെ നിങ്ങൾ വീട്ടിൽ നിന്ന് വിളിച്ച് നിസ്കരിച്ചു വേണ്ടി പള്ളിക്ക് വന്നോളുന്നില്ലായിരുന്നു ഫമാവല്ല അങ്ങനെ അദ്ദേഹം പിന്തിരിഞ്ഞു പോയപ്പോൾ ദാഹു അദ്ദേഹത്തെ ഇങ്ങോട്ട് തന്നെ വിളിച്ചു ഫകാല തങ്ങൾ പറഞ്ഞു ഹൽ തസ്മാ നിദാ അബിസ്വലാ നിസ്കാരം കൊണ്ടുള്ള വിളിയാളം അഥവാ ബാങ്കിനി കേൾക്കാറുണ്ടോ കാലനാം അദ്ദേഹം പറഞ്ഞു അതേ നബിയെ കാലാ തങ്ങളൊന്ന് ഫാജിബ് എന്നാ നീ വിളിക്കുത്തരം ചെയ്യണം അഥവാ ഇങ്ങോട്ട് വരണം റവാഹു മുസ്ലിം വൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അന്നഹു അദ്ദന ബിസ്വലാഹ് ഇബ്നു ഉമർ എന്നവർ ഒരു സംസ്കാരത്തിന് ബാങ്ക് വിളിച്ചു ലൈലത്ത ദാത്തി ബർദിൻ വരീഹ് കാറ്റും തണുപ്പുമുള്ള ഒരു രാത്രിയിൽ നിസ്കാരത്തിന് ബാങ്ക് വിളിച്ചിട്ട് സുമ്മക്കാല മഹാനർ പറഞ്ഞു അലാ സല്ലൂ ഫിർരിഹാൽ എല്ലാവരും അവൻ്റെ കുടിലുകളിൽ വെച്ച് നിസ്കരിച്ചോളൂ എന്നർത്ഥം വരുന്ന ഒരു വാക്കങ്ങ് വിളിച്ചു പറഞ്ഞു സുമ്മക്കാല പിന്നെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ഇബ്നു ഉമർ എന്നവർ ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഅ്മുറു ബിൽ മുഅദ്ദിന അള്ളാഹുവിൻ്റെ തിരുദൂതർ ബാങ്ക് കൊടുക്കുന്ന ആളോട് കൽപ്പിക്കാറുണ്ടായിരുന്നതാ കാനത്ത് ലൈലത്ത ദാത്തിൻ വദാത്തി ബർദിൻ ദാത്ത ബർദിൻ വ മതർ നല്ല തണുപ്പും അതുപോലെ തന്നെ മഴയുമുള്ള രാത്രിയാകുമ്പോൾ യഖൂലു പറയാൻ കൽപ്പിക്കാറുണ്ടായിരുന്നു അലാ സല്ലു ഫിർരിഹാൽ എല്ലാവരും അവർ കുടിലുകൾ വെച്ച് നിസ്കരിച്ചോളൂ എന്ന് പറയാൻ കൽപ്പിക്കാറുണ്ടായിരുന്നു മുത്തഫഖുൻ അലൈഹി ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് വഅൻഹു അന്നഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഉളിയ അശാഉ അഹദിക്കും നിങ്ങൾ ഒരാളുടെ ഭക്ഷണം എടുത്ത് വെക്കപ്പെട്ടാൽ വഖീമത്തു സ്വലാത്തു നിസ്കാരം ഇഖാമത്തും കൊടുക്കപ്പെട്ടാൽ ഫബ്ദഉ നിങ്ങൾ തുടങ്ങണേ ബിൽ അശാ നിങ്ങളുടെ രാത്രി നിങ്ങളുടെ ഭക്ഷണം കൊണ്ട് തുടങ്ങണേ വലാ തഅജൽ നിങ്ങൾ നിസ്കാരത്തിന് ധൃതി കാണിക്കണ്ട ഹത്താ യഫ്റുഗ മിൻഹു ആ ഭക്ഷണത്തിൽ നിന്ന് വിരമിക്കുന്നത് വരെ വഅൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ വക്കാന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ആയിരുന്നു യുളാഉ ലഹു തആമു അദ്ദേഹത്തിന് വേണ്ടി ഭക്ഷണം കൊണ്ടുവെക്കപ്പെടുമായിരുന്നു വയുഖാമു സ്വലാ നിസ്കാരത്തിന് ഇഖാമത്തും കൊടുക്കപ്പെടുമായിരുന്നു ഫലാ യഅ്തിഹാ നിസ്കാരത്തിന് വരൂല ഹത്താ യഫ്റുഗ മിൻഹു ഭക്ഷണത്തിൽ നിന്ന് വിരമിക്കുന്നത് വരെ ഇന്നഹു ബഹുമാനപ്പെട്ടവർ ലയസ്മഉ ഖിറാഅത്തുൽ ഇമാമിൻ്റെ ഓത്ത് പോലും കേൾക്കാറുണ്ടായിരുന്നു എന്നിട്ട് പോലും ഭക്ഷണം കഴിഞ്ഞിട്ടേ അദ്ദേഹം ജമാഅത്തിന് ഹാജരാകുമായിരുന്നുള്ളൂ മുത്തഫഖുൻ അലൈഹി വന്നായിഷ റളിയല്ലാഹു അൻഹാ അന്നഹ കാലത്ത് ആയിഷ ബി പറയാണ് സമയത്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു റസൂലുള്ളാഹി പറഞ്ഞു ഞാൻ കേട്ടു ലാ സലാത്ത ബിഹദറത്തി ത്വആം
ഭക്ഷണത്തിൻ്റെ സാന്നിധ്യത്തിൽ നിസ്കാരമില്ല. വലാവഹോ യുദാഫിഉൽ അഖ്ബസാൻ, രണ്ട് അശുദ്ധികൾ അവനെ മുട്ടിങ്ങനെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആ നിലക്കും നിസ്കാരമില്ല എന്നാൽ നിസ്കാരം പൂർണ്ണമാവൂല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്താൽ മതി? നിസ്കരിച്ചാൽ മതി. റവാഹു മുസ്ലിം. وعن أبي هريرة رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم إذا أقيمت الصلاة നിസ്കാരത്ത് കാമത്ത് കൊടുക്കപ്പെട്ടാൽ ഫലാ സലാത്ത ഇല്ലൽ മക്തൂബ, പിന്നെ ഫർളസ്കാരമല്ലാത്ത മറ്റു നിസ്കാരമില്ല. റവാഹു മുസ്ലിം. പിന്നെ സുന്നത്തിക്കരിക്കരുത്. കാമത്ത് കൊടുക്കുകയോ കൊടുക്കാനെടുക്കുകയോ ചെയ്താൽ പിന്നെന്ത് ചെയ്യരുത്? സുന്നത്തിക്കരിച്ചാൽ കൈയിട്ടരുത്. وعن ابن عمر رضي الله عنهما أنه قال قال النبي صلى الله عليه وسلم അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്, ഇദാ ഇസ്തഅ്ദനത് ഇംറഅതു അഹദികും മിനൽ മസ്ജിദി, നിങ്ങൾ ഒരാളുടെ ഭാര്യ നിങ്ങളോട് പള്ളിയിലേക്ക് അനുവാദം ചോദിച്ചാൽ ഫലാ യംനഅഹ, അവർ നിങ്ങൾ മുടക്കൊന്നും വേണ്ട. മുത്തഫഖുൻ അലൈഹി. സൈനബം ഇമ്രാത്തി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, ഇബ്നു മസ്ഊദിൻ്റെ ഭാര്യയാവുന്ന സൈനബ ബീവി പറയാണ്, കാലത്ത് കാലലന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ അള്ളാഹിൻ്റെ റസൂൽ പറയാണ്, ഇദാ ഷഹിദത്ത് ഇഹ്ദാ കുന്നാൽ മസ്ജിദ, നിങ്ങൾ ഒരാൾ പള്ളിയിലേക്ക് വരികയാണെങ്കിൽ ഫലായമസ്സന്ന തീബ, ഫലായമസ്സ തീബ, അവൾ സുഗന്ധം സ്പർശിക്കാതിരിക്കട്ടെ. റവാഹു മുസ്ലിം. വഅൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യും ഇംറാത്തിൻ അസാബത്ത് ബഖൂറൻ, വല്ല പെണ്ണും പിന്നെ ബഖൂർ അഥവാ ഒരു പുകപ്പിച്ച പുക ആസ്വദിച്ചിട്ടുണ്ട് എങ്കിൽ, അതെത്തിച്ചിട്ടുണ്ട് എങ്കിൽ ഫലാ തശ്ഹദ് മഅനൽ ഇശാ, അവർ ഞങ്ങളോട് കൂടെ ഇഷായിന് ഹാജരാകാതിരിക്കട്ടെ. അല്ലാഹിറ, രണ്ടാമത്തെ ഇഷായിന്, അഥവാ സാധാ നമ്മൾ ഇഷാ എന്ന് അറിയുന്ന ഇഷായിന്. റവാഹു മുസ്ലിം. അൽ ഫസ്ലു സാനിയൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തംനഉ നിസാഅകുമുൽ മസാജിദ, നിങ്ങളുടെ ഭാര്യമാർക്ക് നിങ്ങൾ പള്ളി മുടക്കണ്ട. ബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, പക്ഷേ അവിടെ വീടാണ് അവർക്ക് ഉത്തമം. റവാഹു അബൂ ദാവൂദ. അതുകൊണ്ട് തന്നെ ഫുഖഹാ പറഞ്ഞു സ്ത്രീകൾക്ക് പള്ളിക്ക് വരൽ കറാഹത്താണ്. കാരണം എന്താ? സ്വർഗം കിട്ടാനും ആഖിറം കിട്ടാനും വിജയം കിട്ടാനും നന്മ കിട്ടാനുമാണ് ഈ ജമാഅത്തിന് കൊണ്ട് നിസ്കരിച്ചത്. അത് വീട്ടിൽ നിന്ന് തന്നെ പള്ളിയിൽ നിന്ന് കിട്ടുന്ന കിട്ടുമെങ്കിൽ പിന്നെ പള്ളി പോകേണ്ട ആവശ്യമില്ലല്ലോ. وعن ابن مسعود رضي الله عنهما أنه قال قال رسول الله صلى الله عليه وسلم صلاة المرأة في بيتها, ഒരു പെണ്ണോളെ വീട്ടിൽ നിന്ന് നിസ്കരിക്കലാണ് അഫ്ളലു മിൻ സലാത്തിഹാ ഫി ഹുജ്റത്തിഹാ, അവളുടേതായിരിക്കുന്ന വീട്ടിൻ്റെ പുറങ്ങൊലായിൽ നിസ്കരിക്കുന്നതിനേക്കാൾ വസലാത്തുഹാ ഫി മിഖ്ദഇഹാ, അവളുടെ പ്രൈവറ്റ് റൂമിൽ അവളുടെ നിസ്കാരം ഉണ്ടല്ലോ, അത് അഫ്ളലു മിൻ സലാത്തിഹാ ഫി ബൈത്തിഹാ, അവളുടേതായിരിക്കുന്ന വീട്ടിലുള്ള പബ്ലിക് സ്ഥലത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമമാണ്. റവാഹു അബൂ ദാവൂദ. അപ്പോൾ ഏറ്റവും ചെയ്ത് ഓള് മാത്രം കയറി വരുന്ന റൂം പോയി നിസ്കരിക്കാനായിട്ട് അവർക്ക് നല്ലത്. വാൻ നബി ഹുറൈറ, അബൂ ദാവൂദ റിപ്പോർട്ട് ചെയ്ത ഹദീസ്. വാൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഇന്നി സമീഅതു ഹിബ്ബി അബുൽ ഖാസിം, എൻ്റെ പ്രിയപ്പെട്ട പ്രവാചകർ അഥവാ അബുൽ ഖാസിം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ കേട്ടു യഖൂലു പറയുന്നതായിട്ട്, ലാ തുഖ്ബലു സലാത്തു ഇംറാത്തിൻ, ഒരു പെണ്ണിൻ്റെ നിസ്കാരം സ്വീകരിക്കപ്പെടൂല, തതയ്യബത്ത്, അവൾ സുഗന്ധം പൂശി മസ്ജിദി, പള്ളിയിലേക്ക് പോകാൻ വേണ്ടി, ഹത്താ തഗ്തസില, അവൾ കുളിക്കുന്നത് വരെ, ഗസ്ലഹാ മിനൽ ജനാബ, വല്ല ശുദ്ധികൾക്ക് കുളിക്കുന്നത് പോലെയുള്ള കുളിച്ചിട്ട് അതിൻ്റെ മണക്കൊഴിവാക്കിയിട്ടല്ലാതെ ഒരു പെണ്ണ് നിസ്കരിച്ചാൽ അവളുടെ നിസ്കാരം സ്വീകരിക്കപ്പെടൂല. റവാഹു അബൂ ദാവൂദ റവാഹു അഹ്മദ് വന്നസായി നഹ്വഹു. وعن أبي موسى رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم كل عين زانية, എല്ലാ കണ്ണും വ്യഭിചരിക്കുന്നത്. വൈന്നൽ മർഅത ഇദാ ഇസ്തഅതറത്, അന്യ പെണ്ണിലേക്ക് നോക്കുന്ന കണ്ണ് മുഴുവൻ വ്യഭിചരിച്ച കണ്ണാണ്. നിശ്ചയമായ മറത്താർ പെണ്ണ് ഇത് ഇസ്തഅതറത്തോട് സുഗന്ധം പൂശി മറത്ത് ബിൽ മജ്ലിസി, അന്യപുരുഷന്മാരുള്ള ഇടത്തിലൂടെ നടന്നു പോയാൽ ഫഹിയ, അവൾ കഥാ വകഥാ, ഇന്നാലിന്ന പെണ്ണാണ് അവള്, സാനിയ, അവൾ വിചാരിച്ച പെണ്ണാണ്. റവാഹു തിർമിദിയു വലി അബീ ദാവൂദ അന്നസായി നഹ്വഹു. അബൂദാവൂദിൻ നസായിന് ഒരു ഈ അർത്ഥമുള്ള ഹദീസുണ്ട്, വാക്ക് മാറ്റേണ്ടത് എന്നുള്ളൂ. വഅൻ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഖാല സല്ലല്ലാ ബിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളെയും കൂട്ടി മുത്തനബിക്ക് നിസ്കരിച്ചു. യൗമനൊരിക്കൽ സുബ്ഹ് നിസ്കരിച്ചു. ഫലമ്മാ സല്ലമ, സലാം വീട്ടിയപ്പോൾ കാല, തങ്ങൾ ചോദിച്ച ഷാഹിദും ഫുലാൻ, ഇന്നാലാൾ വന്നിട്ടുണ്ടോ? കാലൂല, വന്നിട്ടില്ല. കാല ആ ഷാഹിദുൻ ഫുലാൻ, അല്ല ഇന്നാലാൾ വന്നിട്ടുണ്ടോ? കാലൂല, വന്നിട്ടില്ല. കാരണം മുനാഫിക്കുകളാണ്. കാല തങ്ങൾ പറഞ്ഞു ഇന്നഹത്തൈനു സലാത്തൈന അസ്കറു സലാത്തിൽ മുനാഫിഖീന,
ഈ രണ്ട് നിസ്കാരം അഥവാ ഇഷാവും സുബഹും മുനാഫിക്കീങ്ങളുടെ മേൽ നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഭാരമുള്ളതും വിഷമമുള്ളതുമാണ്. വലവ് താരമൂനമാ ഫീഹിമ, ആ രണ്ട് നിസ്കാരത്തിലുള്ള അടങ്ങിയിരിക്കുന്ന മഹത്വം അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ തോഹുമാ, അതിന് അവർ വരുമായിരുന്നു. വലവ് ഹബുവാ, അവർ കുത്തിയവരായിട്ടെങ്കിലും വല റക്കിബിയർ, മുട്ടുംകാലിൻ്റെ മേലിൽ റുഹ്ബത്തുകളുടെ മേലിൽ കുത്തിയിട്ടെങ്കിലും ഒരു മുട്ട് കുത്തി അഴിഞ്ഞിട്ടെങ്കിലും ഒരു വരുമായിരുന്നോ. പിന്നെ സഫല്ല വല, നിശ്ചയമായിട്ട് ഒന്നാം സഫ് നിൽക്കുന്നത് അലാമിതി സഫിൽ മലായിക്ക, മലക്കുകളുടെ സഫിൻ്റെ മേലിലാണെന്ന് പറഞ്ഞാൽ മലക്കുകളുടെ സഫിനോട് സമാനമാണ്. പലവലത്തും നിങ്ങൾ അറിയുകയാണെങ്കിൽ മാ ഫലീലത്തുഹു, ഏതാണ് ഒന്നാം സഫിൻ്റെ ഫലം എന്താ നിങ്ങൾ അറിയുകയാണെങ്കിൽ ലബുതർത്തുമുഹു, അതിലേക്ക് നിങ്ങൾ ചാടി വീകും. പിന്നെ സലാത്ത റജുലി മാ റജുലി, ഒരാളെ കൂടെ നിസ്കരിക്കൽ, അത് ഒരു ഇമാം ഒരു മമ്മൂ ഉള്ളൂ, ആ നിലക്ക് നിസ്കരിക്കൽ അസ്കാമിൻ സലാത്തിഹി വഹദ, ഒറ്റക്കൊരാൾ നിസ്കരിക്കുന്നതിനേക്കാൾ പരിശുദ്ധവും നല്ലതുമാണ്, അഫ്ലലാണ്. 27 കൂലിട്ടല്ലോ. സലാത്തുഹുമാ റജുലൈ, രണ്ടാളുടെ കൂടെ ഒരാൾ നിസ്കരിക്കൽ അസ്കാമിൻ സലാത്തിഹിമാ റജുലി, ഒരാൾ കൂടെ നിസ്കരിക്കുന്നതിനേക്കാൾ നല്ലതാണ്. രണ്ട് മൗമിയും കണ്ടായാൽ ഒരു ഇമാം ഒരു മൗമൂം നിസ്കരിക്കുന്നതിനേക്കാൾ അഫ്ദലാണ്. ഫമാക്ക് സറൂ ഫഹുവ അഹബ്ബു, ആൾ വരുത്തത് അള്ളാഹിലേക്ക് അള്ളാഹിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതുമാണ്. റവാഹു അബൂ ദാവൂദ് വന്നസായിയോ. വൻ അബി ദർദാ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ സലാസത്തിൻ ഫീ ഖറിയ, ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ ഒരു മൂന്നാൾ കൂടുകയില്ല. ഫലാ ബദ്വിൻ, അല്ലെങ്കിൽ ഏതെങ്കിലും താഴ്വരയിൽ മലൻ്റെ താഴ്വരയിലോ ഒരു മൂന്നാളുണ്ടാവുകയില്ല. ലാ തുഖാമു ഫീഹി മുസ്സല, ഒരു കടി നിസ്കാരം ജമാഅത്തായി നിർവഹിക്കപ്പെടില്ല, ഒരു ഒറ്റക്കൊറ്റക്കാണ് നിസ്കരിച്ച്. അങ്ങനത്തെ ഒരു മൂന്നാൾ കൂടുന്ന ഇടം തന്നെ ഇല്ല. ഇല്ല സ്തഹബദാലിഹിമു ഷൈത്താനു, പിശാചോരമേൽ ആധിപത്യം സ്ഥാപിച്ചിട്ടല്ലാതെ. ഫലൈക ബിൽ ജമാ, ഒരു ജമാഅത്തിനെ വിഷയമാക്കണേ. പൈന്നമായക്കുലു ദീപു, നിശ്ചയമായിട്ട് ചെന്നായ പിടികൂടൽ അൽ കാസിയത്ത, വിട്ടു നിൽക്കുന്ന ആട്ടിൻകുട്ടിയെയാണ്. സംഘത്തിൻ്റെ കൂട്ടത്തേക്ക് ചാടി ചെന്നാൽ പിടിക്കൂല, ഒറ്റക്ക് ആട്ടുകുട്ടി നിൽക്കണമെങ്കിൽ അതിനായിരിക്കും പിടിക്കുക. എന്നുപോലെ വിശാച്ച് പിടിക്കുക, ഒറ്റക്ക് നിൽക്കുന്നവനെയാണ്. റവാഹു അഹമ്മദു അബൂ ദാവൂദ് വന്നസായിയോ. വനിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമിയൽ മുനാദി, ആരെങ്കിലും മല്ലാക്കാനെ കേട്ടു, ഫലം യംനഹു, എന്നിട്ട് അതിന് മോനെ മുടക്കിയില്ല, മിനിത്തിബായിഹി, ആ വിളിക്കുന്നതിന് ഉത്തരം ചെയ്യാൻ മുടക്കിയില്ല, ഇതിനൊരു കാരണവുമില്ല എന്നാ. അപ്പോൾ അതിനിടെ ഇനി ജവാബ് പറഞ്ഞിട്ടില്ല. അങ്ങനെ ആയാൽ പറഞ്ഞു. അപ്പോക്ക് സാഹബത്ത് ചോദിച്ചു, മല്ലൊതൊരു കാരണം എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചു. കാലത്ത് ഹൗഫുൻ, ഭയം, ഔമർന്ന്, അല്ലെ രോഗം. പുലിനെ പേടിക്കലാകാം, രോഗമാകാം, അതല്ലെങ്കിൽ ശത്രുക്കൾ പേടിക്കലാകാം, അതല്ലെങ്കിൽ കൊറോണ പേടിക്കലൊക്കെ ആകാം. എന്തായാലും ശരി, ഹൗഫും മറലുമാണ്. ഇതൊന്നും ഇല്ലാത്ത വിധം ഒരാൾ ജമാഅത്തിന് പോകാതിരുന്നാൽ ലന്തുഖബൽ മിന്നുസ്വലാ, അവൻ്റെ കയ്യിൽ നിന്ന് നിസ്കാരം സ്വീകരിക്കപ്പെടൂല. അല്ലത്തി സല്ല, നിസ്കരിച്ചതായ. റവാഹു അബൂ ദാവൂദ ദർതനിയു. വൻ അബ്ദുല്ലാഹി ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു ഖാല സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, റസൂലുള്ള പറഞ്ഞ ഞാൻ കേട്ടു, ഇദാ ഉഖീമത്തി സ്വലാത്തു, നിസ്കാരം നിക്കാഹ് തുറക്കപ്പെട്ടാൽ, വജദ അഹദുകുമുൽ ഖലാ, നിങ്ങൾ ഒരാൾ ഖലാഇനെത്തിച്ചാൽ, അതാ കക്കൂസിലോ മൂത്രപരിയിലോ പോകേണ്ട ആവശ്യം എത്തിച്ചാൽ, ഫലയബ്ദഅ ബിൽ ഖലാഇ, അവൻ തണ്ടാസ് കൊണ്ട് തുടങ്ങട്ടെ. റവാഹു തിർമിദിയു വറവാ മാലിക്കുൻ അബൂ ദാവൂദ് വന്നസായി നഹവഹു. വൻ സൗബാൻ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാസുൻ ലാ യഹില്ലു ലി അഹദിൻ അൻ യഫ്അലഹുന്ന, മൂന്ന് പ്രശ്നമുണ്ട്, ഒരാളും അത് ചെയ്യില്ല, ഒരാൾക്കും ഹലാലല്ല. ലാ യഉമന്ന റജുലുൻ ഖൗമൻ, ഒരു മനുഷ്യൻ ഒരാൾക്ക് ഇമാമ നിൽക്കരുത് നിശ്ചയം. ഫയഹുസ്സു നഫ്സഹു ബിദ്ദുആഇ, നിങ്ങളുടെ ദുആ കൊണ്ട് സ്വന്തം നഫ്സിനെ ഹാസാക്കുക. ബിദൂനഹും, നിങ്ങളെ കൂടാതെ. അല്ലാഹുമ്മ ഹ്ദിനി ഫിമൻ ഹദൈത് വഅഫിനി ഫിമൻ ആഫൈത് വതവല്ലനി ഫിമൻ തവല്ലൈത്, ഇങ്ങനെ പറയാം ഇമാം നിന്ന് കണ്ടേ. നിങ്ങൾ മറ്റുള്ളവരോട് അമീൻ പറയിപ്പിച്ച ഈ പരിപാടി ചെയ്യരുത്, ഒന്ന് ഹലാലല്ല, കറാഹത്താണെന്നാണ് അതിനെ പറ്റി ഇമാമികൾ വിവരിച്ചത്. ഫൈൻ ഫാലദാലിക വഖദ് ഖാലഹു, ഇങ്ങനെ ഒരാൾ ചെയ്താൽ ജനങ്ങളോ വഞ്ചിച്ചു. ഫലാ യൻളുറു, ഒരാൾ നോക്കരുത്. ഇഫി കാരി ബൈത്തിൻ, ഒരു വീട്ടിൻ്റെ അകത്തേക്ക് ഒരാൾ നോക്കരുത്. കവലം യസ്തഅ്ദന, അനുവാദം കിട്ടുന്നതിൻ്റെ മുമ്പ്. ഫൈൻ ഫാലദാലിക വഖദ് ഖാനഹും, അതങ്ങനെ ചെയ്തു പോയാൽ അവർ വഞ്ചിച്ചു. വലാ യുസല്ലി, ഒരാൾ നിസ്കരിക്കരുത്. ഓവ ഹക്കിനും, അവൻ കാഷ്ടിക്കാനോ മൂത്രിക്കാനോ മുട്ടിയവനാണ് നിലക്ക്. എത്തഹഫ, അവൻ്റെ പ്രശ്നം തീർന്നുകൊണ്ട് അവൻ വെയിറ്റ് തീരുന്നത് വരെ. റവാഹു അബൂ ദാവൂദ് തിർമിദി നഹവഹു വലി തിർമിദി നഹവഹു. വൻ ജാബിർ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തുഅഖിറു സ്വലാത്ത, നിസ്കാരങ്ങൾ ബിന്ദിക്കരുത്. ലി ത്വആമിൻ വലാ ലി ഗൈരിഹി, ഭക്ഷണത്തിനോ മറ്റോ വേണ്ടിങ്ങാണ് നിസ്കാരത്തെ കഥാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞതാണ് കഥാകാത്തർത്ഥാനാണ് നേരത്തെ പറഞ്ഞത്. ഇപ്പം പറഞ്ഞതല്ല,
ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എങ്കിലും നിസ്കാരം കള്ളാവു എന്നാൽ പിന്നെ ആദ്യം നിസ്കരിച്ചണം. റവാഹു ഫി ഷറഹി സുന്ന. അല്ലാഹു അലം. അൽ ഫസ്ലു സാലിസു അൻ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ലഖദ് റഅയ്തുന, ഞങ്ങളെ നിശ്ചയം ഞങ്ങൾ കണ്ടു. ഞങ്ങളെ സഹാബാക്കളെ ഏത് വിധത്തിലാണ് കണ്ടത്? ഒമായ തഹല്ലഫു അനി സ്വലാത്തി, ജമാഅത്തിന് പള്ളിക്ക് നിസ്കരിക്കാൻ വരലിനെ തൊട്ട് മാറി നിൽക്കാറില്ല, പിന്തി നിൽക്കാറില്ല. ഇല്ലാ മുനാഫിക്കുൻ, കപടനല്ലാതെ. കത് ഒലിമനിഫാക്കുഹു, അവൻ കപടനാണെന്ന് ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു, അങ്ങനത്തെ കപടനല്ലാതെ. ഔ മരിയുള്ളൂൻ, അല്ലെങ്കിൽ രോഗിയോമല്ലാതെ. രോഗിയോ കപടനോ അല്ലാതെ ജമാഅത്തിനെ തൊട്ട് മാറി നിൽക്കുന്ന ഒരാളും നാട്ടിലില്ല. ആ നിലക്കായിരുന്നു ഞങ്ങൾ മുമ്പ് കണ്ടിരുന്നത്. ഇൻകാന, നിശ്ചയമായിരുന്നു, അൽ മരീദു, ചില രോഗി, യംഷി ബൈന റജുലൈൻ, രണ്ട് പുരുഷന്മാർക്കിടയിൽ നടക്കും. ഹത്താ ഏത്തി അസ്സലാം, സംസ്കാരത്തിലേക്ക് എത്തുന്നത് വരെ. രോഗികളെ അപ്പുറം ആളെ നിർത്തും, എന്നിട്ട് നല്ല ആരോഗ്യമുള്ള ആൾ അപ്പുറത്തപ്പുറത്ത് നിർത്തിങ്ങാണ്ട് ഇങ്ങനെ പള്ളിയിലേക്ക് വയ്ക്കും പോലെ നടന്നു വരുമോന്ന്. വഖാല ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇബ്നു മസ്ഊദ് എന്നവർ പറയാണ്, നിശ്ചയം അള്ളാഹിൻ്റെ റസൂൽ അല്ലമന സുനനൽ ഹുദ, നേർവഴിൻ്റെ എല്ലാ മാർഗങ്ങളും ഞങ്ങൾക്ക് പഠിപ്പിച്ചു. വഇന്ന മീൻ സുനനിൽ ഹുദ, നിശ്ചയമായിട്ടും ഹുദൻ്റെ വഴികളിൽ പെട്ടതാണ് സ്വലാത്ത് ഫിൽ മസ്ജിദി, പള്ളിയിലുള്ള നമസ്കാരം. അല്ലദീ യുഅദ്ദനു ഫീഹി, എങ്ങനത്തെ പള്ളിയാണ്? ആ പള്ളിയിൽ ബാങ്ക് കൊടുക്കപ്പെടുന്നുണ്ട്. വഫീ റിവായത്തിൽ റിപ്പോർട്ടിൽ കാണാം, കാല ഇബ്നു മസ്ഊദ് എന്നവർ പറയാണ്, മൻ സർറഹു, ആരെങ്കിലും സന്തോഷിപ്പിക്കുന്നുവെങ്കിൽ, അൻ യൽഖല്ലാഹ ഗദൻ മുസ്ലിമൻ, മുസ്ലിമായിട്ട് അള്ളാഹനെ കണ്ടുമുട്ടണം എന്നത് ആരെങ്കിലും സന്തോഷിപ്പിക്കുന്നുവെങ്കിൽ, ഫൽ യുഹാഫിദു അലാ ഹാദി സ്വലവാത്തി, ഈ നിസ്കാരങ്ങളുടെ അവൻ കൃത്യനിഷ്ഠ പാലിക്കട്ടെ. പിന്നെ അൽ ഹംസി, 5 നിസ്കാരങ്ങളുടെ മേലെ, ഹൈസ് യുനാദാ ബിഹിന്ന, അവർക്ക് ബാങ്ക് കൊടുക്കപ്പെടുന്ന സമയത്ത്. ഫൈനല്ലാഹ ഷറാലി നബിയിക്കും, നിശ്ചയമായിട്ടും അള്ളാഹു നിങ്ങളുടെ നബിക്ക് നിയമമാക്കി വച്ചിരിക്കുന്നു, സുനൽ ഹുദ, നേർവഴികളെ മുഴുവനും. വൈന്നഹുന്ന, നിശ്ചയമായിട്ട് 5 വക്ത് നിസ്കാരം, ഈ സുനിൽ ഹുദ, ഈ പറഞ്ഞ നേർവഴിൻ്റെ വഴികളിൽപ്പെട്ടതാണ്. വലോ അന്നക്കും സല്ലൈത്തും ഫീ ബുയൂത്തിക്കും, നിങ്ങൾ പള്ളികൾ വീടുകളിൽ വെച്ച് നിസ്കരിക്കുകയാണെങ്കിൽ, കമായു സല്ലി ആദൽ മുത്തഖല്ലിഫു ഫീ ബൈത്തിഹി, ഈ ബിന്ദു നിൽക്കുന്ന മുനാഫിക്ക് വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്ന പോലെ നിങ്ങളൊക്കെ നിസ്കരിക്കുകയാണെങ്കിൽ, തറക്തും സുന്നത്ത് നബിയിക്കും, നിങ്ങളുടെ നബിയുടെ സുന്നത്ത് നിങ്ങൾ ഒഴിവാക്കിയവരായിരിക്കും. പലോ തറക്കും സുന്നത്ത് നബിയിക്കും, നിങ്ങളുടെ നബിയുടെ സുന്നത്ത് നിങ്ങൾ ഒഴിവാക്കിയാൽ വളൽത്തും, നിങ്ങൾ വഴിപഴിച്ചവരാവും. പമാമിൻ റജുലിൻ, ഒരു പുരുഷനും തന്നെ ഇല്ല, എതഹറു, അവൻ ഒളുവെടുക്കും, ഫയസ്സിനു തൊഹൂറ, ആ ശുദ്ധീകരണം അവൻ റെഡിക്കുണ്ടാക്കും, ശരിക്കുണ്ടാക്കും. സുമ്മയാമിതു, പിന്നെ അവൻ കരുതും, ബിലാ മസ്ജിദ് മീം ഹാദിയിൽ മസാജിദ്, അള്ളാഹിൻ്റെ പള്ളികളാകുന്ന ഈ പള്ളികളിൽപ്പെട്ട ഏതെങ്കിലും പള്ളിയിലേക്ക് അവൻ കരുതും. അങ്ങനത്തെ ഒരു റജുലും തന്നെ ഇല്ല കതബല്ലാഹു ലഹു, അള്ളാഹുവിന് എഴുതിയിട്ടല്ലാതെ, തീരുമാനിച്ചിട്ടല്ലാതെ, ബിഹുൽ ഖത്വത്തിൻ യഖ്തുഹാ, ചവിട്ടുന്ന ഓരോ ചവിട്ടിൻ്റെ പകരവും, മസനത്തിൻ്റെ ഓരോ സൽക്കർമ്മത്തിന്, റഫഅഹു ബിഹാ ദർജ, അത് കാരണമായിട്ട് അള്ളാഹുവിന് പദവി ഉയർത്തിയിട്ടല്ലാതെയും, അത്താൻഹു ബിഹാ ഹത്തിയ സയ്യ, അത് കാരണമായിട്ട് അള്ളാഹുവിന് തൊട്ട് പാപത്തെ താറ്റി വെച്ചിട്ടല്ലാതെയും. ഫലഖദ് റഅയ്തുന, നിശ്ചയം ഞങ്ങൾ കാണാറുണ്ട്, സഹാബാക്കളാവുന്ന ഞങ്ങൾ കണ്ടിട്ടുണ്ട്. വമാ തഖല്ലഫു അൻഹാ, ജമാഅത്തിനെ തൊട്ട് ബിന്ദുല, ഇല്ലാ മുനാഫിഖും മാലൂമുൻ നിഫാഖ്, കാപട്യമറിയപ്പെട്ട കപടനല്ലാതെ. വലക്കത് കാന റജുലു, ചില മനുഷ്യന്മാരായിരുന്നു, രോഗികളായ ആൾക്കാരെ, നടക്കാൻ വയ്ക്കാത്ത ആൾക്കാർ, യൂത്താ ബിയാലും കൊണ്ടുവരപ്പെടും. യുഹാദി ബൈന റജുലൈനി, 2 പുരുഷന്മാർക്കിടയിൽ അദ്ദേഹം കാലിങ്ങനെ ഏച്ചി നടക്കും. ഹത്തായുക്കാമു ഫി സഫ്, അങ്ങനെ അദ്ദേഹം സഫിൽ നിർത്തപ്പെടും, അല്ലെങ്കിൽ ഹത്തായുക്കാമു ഫി സഫി, സഫിൽ നിർത്തപ്പെടുന്നത് വരെ. റവാഹു മുസ്ലിം. വഅൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, ലൗലാ മാ ഫിൽ ബുയൂത്തി, ഈ വീടുകളിലുള്ള ഒന്നും ഉണ്ടായിട്ടില്ലായിരുന്നുവെങ്കിൽ, എന്താ വീട്ടിലുള്ളത്? പിന്നെ നിസായി ദുരിയത്തി, കൊച്ചുമക്കളും സ്ത്രീകളും, ഇത് ഈ വീടുകളിൽ ഉണ്ടായിട്ടില്ലായിരുന്നുവെങ്കിൽ, അക്കംതോ സലാത്തൽ ഇഷാസ്കാരത്തിന് ഞാൻ ഇക്കാമത്ത് കൊടുക്കാൻ കൊടുക്കുമായിരുന്നു. പമർത്തു, ഞാൻ ഒരാളുടെ ഇമാമുക്കാൻ ഏൽപ്പിക്കുമായിരുന്നു. പമർത്തു ഫിത്തിയാനി, എൻ്റെ യുവാക്കളോട് ഞാൻ കൽപ്പിക്കുമായിരുന്നു, യുഹരിക്കൂന, കത്തിക്കാൻ, മാഫിയിൽ ബുയൂത്തി, ഈ വീടുകളിലുള്ളതായിരിക്കുന്ന ഈ ജമാഅത്തിൽ വരാത്ത ആളുകളെ ബിന്നാർ, തീ കൊണ്ട് കത്തിക്കാൻ കൽപ്പിക്കുകയും ചെയ്യുമായിരുന്നു, അവിടെ സ്ത്രീകളും കുട്ടികളും ഉണ്ടായിട്ടില്ലായിരുന്നുവെങ്കിൽ. റവാഹു അഹ്മദു. വഅൻഹു അന്നഹു ഖാല അമറനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദാ കുന്തു ഫിൽ മസ്ജിദ്, നിങ്ങൾ പള്ളിയിലായാൽ, ഫുനൂദിയ ബിസ്സലാ, നിസ്കാരത്തിന് ഇഖാമത്ത് കൊടുക്കപ്പെട്ടാൽ, ഫലാ യഖ്റുജു അഹദുക്കും, നിങ്ങൾ ഒരാളും പുറത്തു പോകാതിരിക്കട്ടെ, ഹത്താ യുസല്ലിയ,
സംസ്കരിക്കുന്നത് വരെ പറഞ്ഞു. ഊതിയേക്ക് ഇനി ബാങ്ക് കൊടുക്കാമെന്ന് മാനട്ടോ, പള്ളിയിലായിരിക്കെ ബാങ്ക് കൊടുത്താൽ നിസ്കാരം കഴിയാതെ പോകാതെ കട്ടെ. റവാഹു അഹമ്മദ്. വൻ അബി ഷഅസാ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഖറജ റജുലുൻ മിനൽ മസ്ജിദി. ഒരു ആൾ പള്ളിയിൽ നിന്ന് പോയി. ബാദമാ ഉദ്ദിന ഫീ, പള്ളിയിൽ ബാങ്ക് കൊടുക്കപ്പെട്ട ശേഷം അയാൾ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഫഖാല അബൂ ഹുറൈറ, അപ്പോൾ ഇത് കണ്ട അബൂ ഹുറൈറ എന്ന് പറഞ്ഞു, അമ്മ ഹാദ ഫഖദ് അസ, ഈ പോയ ഇപ്പാണ പോണ ഈ ഇവണ്ടല്ലോ, അവൻ അഖദ് അസ, അവൻ എതിര് ചെയ്തവനാണ് അബുൽ ഖാസിം സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹിൻ്റെ റസൂലിന്. അബുൽ ഖാസിം ഉത്തരവിൻ്റെ ഓമന പേരല്ലേ. റവാഹു മുസ്ലിം. വൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അദ്റകഹുൽ അദാനു ഫിൽ മസ്ജിദി, വരെ പള്ളിയിലായിരിക്കെ ബാങ്ക് അവൻ എത്തിച്ചാൽ, സുമ്മ ഖറജ, പിന്നെ പുറത്തു പോവുകയും ചെയ്താൽ, ലം യഖ്റുജ് ലി ഹാജത്തിൻ്റെ, ആവശ്യത്തിന് പോയതൊന്നുമല്ല, ഉതുണ്ടാക്കാൻ പോയതല്ല, മൂത്രിക്കാൻ പോയതല്ല, വഹുവ ലാ യുരീദു റജഅത, തിരിച്ചു വരാൻ ഉദ്ദേശിക്കുന്നുമില്ല, എന്നാൽ ഫഹു മുനാഫിഖുൻ, അവൻ കപടനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. റവാഹു ഇബ്നു മാജ. വൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ സമിഅ നിദാ, ആരെങ്കിലും ബാങ്ക് കേട്ടാൽ ഫലം യുജിബുഹു, ഉത്തരം കൊടുക്കാതിരുന്നാൽ, അഥവാ ജമാഅത്തിന് വരാതിരുന്നാൽ, ഫലാ സലാത്ത ലഹു, അവൻ നിസ്കാരമില്ല, ഇല്ലാ മിൻ ഉദ്രിൻ, കാരണം ഉണ്ടെങ്കിലല്ലാതെ. റവാഹു ദാറഖുത്നിയു. വൻ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു അന്നഹു ഖാല യാ റസൂലല്ലാഹ്, കണ്ണ് കാണാത്ത ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു പറയാണ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, ഇന്നൽ മദീനത ഖസീറത്തുൽ ഹവാമി, നിശ്ചയമായിട്ട് ഈ മദീനന്ന് ഇഴജന്തുക്കൾ അധികരിച്ച ഒരു പ്രദേശമാണ്, സിബായി, പിടിമൃഗങ്ങളും. വാന, ഞാനാണ് വലിയൊരു വസരി, കണ്ണ് കാണാത്ത മനുഷ്യനാണ്. ഫാൽ തജിദുലി റൊമിയ ഹൊസ, എനിക്ക് തങ്ങൾ വല്ല വിടുതിയും ഈ ദീനിൽ എത്തിക്കുന്നുണ്ടോ? ഖാല, തങ്ങൾ ചോദിച്ചു, ഹൽ തസ്മഉ ഹയ്യാർ സ്വലാ ഹയ്യാർ ഫല, ഈ വിളിച്ച് കേൾക്കലുണ്ടോ? ഖാലനാം, ആ കേൾക്കലുണ്ട് കാരണം. ഖാല ഫഹയ്യാരൻ, എന്നാ വരണം എന്നാണ്. വലം യുറഖിസ്, റുഖ്സ കൊടുത്തില്ല. അല്ലെ വലം യുറഖസ്, റുഖ്സ വിടുതി കൊടുക്കപ്പെട്ടില്ല. റവാഹു അബൂ ദാവൂദ വന്നസായി. വൻ ഉമ്മി ദർദാ റളിയല്ലാഹു അൻഹാ അന്നഹാ ഖാലത്ത് ദഖല അലയ്യ അബൂ ദർദാ, എൻ്റെ ഭർത്താവാവുന്ന അബൂ ദർദാ എൻ്റെ അടുത്ത് കയറി വന്നു. വഹു മുഗളബുൻ, അദ്ദേഹത്തിന് ആരോ ദേഷ്യം ദേഷ്യം പിടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഫഖുൽതു, ഞാൻ ചോദിച്ചു, മാ ഖളബക, അങ്ങൾ ദേഷ്യം പിടിപ്പിച്ച കാര്യം എന്താണെന്ന് ചോദിച്ചു. കാല, അദ്ദേഹം പറഞ്ഞു, വല്ലാഹി, അള്ളാഹുവാണ് സത്യം, മാരിഫു മിൻ അംരി ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ മുത്തനബിൻ്റെ ഉമ്മത്തിൻ്റെ കാര്യങ്ങളിൽ നിന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഷെയ്യിനെ അറിഞ്ഞുകൂടാ, എല്ലാം പോയി, എല്ലാ നന്മയും പോയി. ഏതല്ലാതെ ഇല്ലാന്നു യുസല്ലൂന ജമാഅത്തായി നിസ്കരിക്കുക എന്നല്ലാതെ, ഇപ്പോൾ അതും നിർത്തുകയാണല്ലോ. റവാഹുൽ ബുഖാരിയോ. വൻ അബീ ബക്കർ ബിൻ സുലൈമാൻ ബിൻ അബി ഹസമ അന്നഹു ഖാല അന്ന ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഫഖദ സുലൈമാൻ ബിൻ അബി ഹസമ, അബു ഹസമൻ്റെ മോനാവുന്ന സുലൈമാൻ എന്നവരെ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ഇല്ലാതെയാക്കി. ഫി സലാത്തി സുബഹി, സുബഹിസ്കാരത്തിൽ. വൈന്ന ഉമർ കഥ, നിശ്ചയം ഉമർ പോവുകയായിരുന്നു, ഇല്ല സൂക്ക്, രാവിലെ പോവുകയായിരുന്നു, സൂക്ക്, ടൗണിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ മസ്കൻ സുലൈമാന ബൈനൽ മസ്ജിദി വസൂക്കി, ടൗണിൻ്റെയും പള്ളിൻ്റെ അടിയിലാണ് സുലൈമാൻ്റെ വീട്. അപ്പോൾ മറ, അങ്ങനെ ഉമർ നടന്നുപോയി അല ഷിഫ എന്ന പെണ്ണിൻ്റെ അരികിലൂടെ. ഉമ്മി സുലൈമാൻ്റെ ഉമ്മയാണ് ഷിഫ. അപ്പോൾ കാലലഹ, ഉമ്മാനോട് ഉമർ എന്നവർ ചോദിച്ചു, ലമ്മർ സുലൈമാന ബി സുബഹി, സുബൈൽ സുലൈമാനെ കണ്ടില്ലല്ലോ. അപ്പോൾ കാലത്ത്, അപ്പോൾ ഉമ്മ പറഞ്ഞു, ഇന്നഹു ബാത്ത യുസല്ലി, അദ്ദേഹം എൻ്റെ മോൻ സുലൈമാൻ ഉണ്ടല്ലോ, അവൻ നിസ്കരിക്കുന്നവനായിട്ട് രാത്രി ഫുള്ള് കഴിച്ചു കൂട്ടി. ഇപ്പോൾ കൊലപത്തുഹു അയനാഹു, അവൻ്റെ കണ്ണുകളിൽ അവനക്ക് ജയിച്ചു പോയി, എന്നാൽ വട്ടത്ത് പിടിച്ചാൽ കിട്ടാതെ ഉറങ്ങിപ്പോയി ആഹ്റില്ലയിൽ. അപ്പോൾ കാല ഉമർ, ഇത് കേട്ട ഉമർ എന്നൊരു പറഞ്ഞു, പടച്ചോനാണ് സത്യം, ലാൻ അഷ്ഹദ സലാത്ത സുബി, ജമാഅത്തിലായിട്ട് സുബൈൻ ജമാഅത്തിന് ഞാൻ ഹാജരാകൽ ലഹബ് ഇലയ്യ, എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്, മിന്ന നക്കോമാ ലൈല, രാത്രി മുഴുവൻ ഞാൻ നിസ്കരിക്കുന്നതിനേക്കാൾ. റവാഹു മാലിക്കുൻ. അപ്പം നബി മുസല്ല അശ്ശരി റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്നാനി ഫമാ ഫൗഖഹ, രണ്ടാളും രണ്ടിൽ കൂടുതൽ ആളുകളും ഒക്കെ ജമാഅത്താണ്. റവാഹു ഇബ്നു മാജ. വൻ ബിലാൽ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു ഉമർ അൻ നബീഹി, ഉമർ എന്നവരുടെ മോനാവുന്ന ഇബ്നു ഉമർ ഉണ്ടല്ലോ, ആ ഇബ്നു ഉമറിൻ്റെ മോനാവുന്ന ബിലാൽ ഇബ്നു ഉമർ എന്നവർ തൊട്ട് പോരട്ട്. അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ ബാപ്പയാവുന്ന ഇബ്നു ഉമർ പറയാണ്, അള്ളാഹ് റസൂൽ പറഞ്ഞിട്ടുണ്ട്, ലാ തംനഉ നിസാ ഹുദൂദഹുന്ന ബിൽ മസാജിദി, സ്ത്രീകൾക്ക് പള്ളികളിൽ നിന്നുള്ള അവരുടെ വിഹിതത്തെ നിങ്ങൾ മുടക്കരുത്. ഇതസ്തനക്കും, അവൻ നിങ്ങൾ അനുവാദം ചോദിച്ചാൽ. അപ്പോൾ കാല ഇതസ്തനക്കും, ആ പെണ്ണുങ്ങൾ നിങ്ങൾ അനുവാദം ചോദിച്ചാൽ. ഫക്കാല ബിലാലിന്, ഇത് കേട്ട ബിലാൽ എന്നൊരു മോനാവുന്ന ബിലാൽ പറഞ്ഞു, വല്ലാഹിൽ നവ്നാവുന്ന, അള്ളാഹുവാണ് സത്യം, ഞങ്ങൾ മുടക്കുവലയായിരുന്നു. ഫക്കാലഹു അബ്ദുല്ലാഹി, അപ്പോൾ ഇബ്നു ഉമർ മോനോട് പറഞ്ഞു, മോനെ, അക്കോലു, ഞാൻ പറയണത് എൻ്റെ അഭിപ്രായമല്ല, കാല റസൂലുള്ളാഹി, അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു എന്നാണ് പറഞ്ഞത്. തക്കൂലു അൻത, ഇങ്ങോട്ട് ഇജ്ജ് പറയാണോ, അല്ല നവ്നാവുന്ന, ഞങ്ങൾ വരങ്ങൻ്റെ പറയാം. വഫിരിവാദി സാലിബിൻ നബി, സാലിബിൻ്റെ അഭിനത്തെ റിപ്പോർട്ട് രൂപത്തിൽ ഇങ്ങനെ കാണാം. നൗകാല ഫാക്കബൽ അലഹി അബ്ദുല്ലാഹി, അബ്ദുള്ള ഇബ്നു ഉമർ എന്നവർ മോനെടുത്തുകൾ മുന്നിട്ടു. സബ്ബഹു സബ്ബൻ,
ഒരു ചീത്ത വരെ ചീത്ത വിളിച്ചു. മാ സമയത്ത് സബ്ബഹു, അതേ ചീത്തൽ ഞാൻ കേട്ടിട്ടില്ല. മിസ്ലഹു, ഇതേപോലെ കത്തു മുമ്പ് തീരെ തന്നെ. വക്കാല ഉഹബിറുക്കാൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാൻ റസൂലിനെ തൊട്ടാനോടെ വർത്താനം പറയണത്. ഇപ്പോൾ തക്കൂരു ഇടിഞ്ചി പറയാണോ വല്ലാഹിൽ നമ്നവിന്ന, അള്ളാഹുവാണ് സത്യം ഞങ്ങൾ പോലെ മുടക്കുന്നിഞ്ച് പറയാം. റവാഹു മുസ്ലിം. വാൻ മുജാഹിദീൻ അൻ അബ്ദുല്ലാഹി ഇബ്നു ഉമറ അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാല, റസൂലുള്ള പറഞ്ഞു ലാനംനാന്ന റജുലുൻ നഹ്ലഹു, ഒരാൾ തൻ്റെ ഭാര്യയെ മുടക്കരുത്, ഞാൻ യഹത്തുൽ മസ്ജിദ്, പള്ളിക്ക് വരലും തൊട്ട്. ഫകാല ഇബിനുല്ലി അബ്ദുല്ലാ ഇബിൻ ഉമറ, ഇബിൻ ഉമറിൻ്റെ മോന് പിന്നെ പറഞ്ഞു ഇന്നാനമ്ന, നിശ്ചയം ഞങ്ങൾ മുടക്കൻ്റെ ചോദിച്ചു എന്ന് പറഞ്ഞു, ആ പെണ്ണുങ്ങളെ പറഞ്ഞു. ഫകാല അബ്ദുള്ള പറഞ്ഞു വഹദ്ദിതുക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിനെ തൊട്ടല്ലാണ് എന്നോട് ഞാൻ പറയണത്, ഇങ്ങോട്ട് തക്കൂലും അങ്ങോട്ട് ഈ വർത്താനായി പറയണത്. കാല ഈ റിപ്പോർട്ട് ചെയ്യുന്നതാണ് പറയാണ് ഫമാ കല്ലമഹു, മോനോട് മുണ്ടിയില്ല അബ്ദുല്ലാഹി ഇബ്നു ഉമർ, മോനോട് മുണ്ടിയില്ല ഹത്താ മാത്ത, താൻ മരിക്കുന്നത് വരെ. റവാഹു അഹ്മദു.